എൻ്റെ ലൈഫിലെ ഇതുപോലൊരു ബർത്ത്ഡേ ഇതുവരെ ഞാൻ ആഘോഷിച്ചിട്ടില്ല. ഒരുപാട് വിഷസും ബർത്ത്ഡേ കാർഡ്സും ഗിഫ്റ്റൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബർത്ത്ഡേ. അപ്പോൾ ഇന്നലെ മാർച്ച് 1 ഇന്നലെ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം. പിന്നെ ഈ ഒരു വാച്ച് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എൻ്റെ ഫ്രണ്ടും ഓളെൻ്റെ ഒരു നൈബറും കൂടിയാണ് കേട്ടോ. ഓളാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. ആ ഒരു വാച്ച് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടായിരുന്നു ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടണത്. പിന്നെ ബാക്കിയുള്ള ഗിഫ്റ്റ്സ് ഒക്കെ എനിക്ക് തന്നത് എൻ്റെ ഒരു 5 കസിൻസ് ആണ്. ഒരുപാട് ബർത്ത്ഡേ കാർഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ടേബിൾ മൊത്തം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം ഒരു ദിവസം അവരെൻ്റെ വീഡിയോ കാണുമ്പോൾ അവർ പറയരുതല്ലോ എൻ്റെ ഈ ഗിഫ്റ്റ് കാണിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു പരാതി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാതും ഞാൻ കാണിച്ചു തരുന്നത്. എനിക്ക് എല്ലാ ഗിഫ്റ്റും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് എൻ്റെ വേറൊരു കസിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട്. പിന്നെ ഇതാ ഇങ്ങനെ കുറേ കലണ്ടറും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 5 കസിൻസും ഒപ്പം ഇതെല്ലാം എൻ്റെ കയ്യിൽ കൊടുന്നതെന്ന് കാരണം ഇത് ആരൊക്കെ എന്തൊക്കെ തന്നതെന്ന് എനിക്ക് യാതൊരു പിടുത്തവുമില്ല. പിന്നെ ഈ ലെറ്റേഴ്സിലൊക്കെ പലതും അവരെന്നെ കുറിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കസിൻസ് ആകുമ്പോൾ എത്ര ഉടായിപ്പ് കളിക്കാൻ പറ്റുമോ അത്ര ഉടായിപ്പ് കളിക്കുമല്ലോ. അതൊന്നും നിങ്ങൾ കാര്യമാക്കാൻ നിൽക്കണ്ട, എൻ്റെ ഇരട്ടപ്പേരടക്കം അതിലുണ്ട്. പിന്നെ ഇതൊക്കെ കൊണ്ടു തന്നതിന് ശേഷം ലാസ്റ്റ് എൻ്റെ കയ്യിലൊരു ഡ്രസ്സിൻ്റെ കവറും കൂടിയും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഷോർട്ട് കുർത്തിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം എനിക്ക് ബർത്ത്ഡേക്ക് ഇങ്ങനെ സർപ്രൈസ് ആയിട്ടൊന്നും ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല അധികം. പിന്നെ ഇതിന് ഞങ്ങളെല്ലാവരും ഡ്രസ് കോഡ് ആക്കണം, ഷോർട്ട് കുർത്തി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരമാണ് എനിക്ക് ഈ ഷോർട്ട് കുർത്തി സർപ്രൈസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഈ സെയിം ഷോർട്ട് കുർത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വക. പിന്നെ ആദ്യമൊന്നും ഈ കസിൻസ് പറയുമ്പോൾ അത്ര ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ ഇടയ്ക്കല്ലേ വീട്ടിൽ വരുള്ളൂ. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ സംസാരിക്കുമ്പോണ്ടും അങ്ങനെ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കോണ്ടാക്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് അവർ 3 കൂടി ഉണ്ടാക്കിയാണ്. പിന്നെ അതിൽ എന്നെയും ആഡ് ചെയ്തു. പിന്നെ അവർ ഉമ്മാൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പൈസ എടുത്ത് കടയിലൊക്കെ പോയി മുട്ടായും സിപ്പപ്പൊക്കെ മേടിച്ച് പാടത്തൊക്കെ പോയി കറങ്ങി അപ്പോഴത്തെ ട്രെൻഡിങ് ഡാൻസ് പഠിച്ച് രാത്രി 12 മണിക്ക് റോഡിലിറങ്ങി സ്ട്രീറ്റ് നൈറ്റിൻ്റെ അടിയിൽ നിന്നിട്ട് ഡാൻസ് കളിച്ച് വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ പതിവ്. ഡാൻസും പാട്ടും ഗിഫ്റ്റ് കൊടുക്കലും രാത്രി 12 മണിക്ക് സൈക്കിൾ എടുത്ത് പുറത്തിറങ്ങലും. ഇത് ക്രിസ്മസ് വെക്കേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി സ്കൂൾ പൂട്ടിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണത്. സോ അത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.